നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ സർക്കാർ ഇടപെടൽ. പരാതി അന്വേഷിക്കുമെന്ന് സിനിമാ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നു. ധൈര്യപൂർവ്വം നിലപാടെടുത്ത വിൻസിക്ക് മന്ത്രിയുടെ അഭിനന്ദനം. സിനിമാ സെറ്റുകളിൽ പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനെന്ന് ഷൈൻ ടോമിന് എ റഹീമിന്റെ മുന്നറിയിപ്പ്. നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാൻ ഷൈൻ ടോമിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എറണാകുളം നോർത്ത് പോലീസ് ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടിയതിൽ വ്യക്തത വരുത്തും. അതേസമയം നാളെ 3 മണിക്ക് ഷൈൻ സ്റ്റേഷനിൽ ഹാജരാകും എന്ന് അച്ഛൻ ചാക്കോ പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് പ്ലസ് സംവാദം. നിൽക്കണം മിസ്റ്റർ ഷൈൻ, നിയമത്തിന് മുന്നിൽ. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് രാഹുൽ ഈശ്വരാണ്. രാഹുൽ, ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടക്കുന്ന ഇപ്പോഴത്തെ നടപടികൾ, അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിയായ രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷൈൻ ടോം ചാക്കോയെ ഇല്ലാതാക്കുകയോ സിനിമയിൽ നിന്ന് പുറത്താക്കുകയോ അല്ല ചെയ്യേണ്ടത്. പകരം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. സഞ്ജയ് ദത്ത് അടക്കമുള്ള ഫർദീൻ ഖാൻ അടക്കമുള്ള ഒരുപാട് പേർ അങ്ങനെ വഴിതെറ്റി പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കുരിശു മരണത്തിന്റെ ദിവസം കൂടെയാണ്. 100 ആടുകളിൽ ഒരു ആടിനെ നഷ്ടപ്പെട്ടു പോയാൽ ഇടയൻ ആ ഒരാടിനെ തെരഞ്ഞു പിടിക്കുമെന്ന് പറയുന്ന മത്തായി സുവിശേഷം ഓർക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ സമൂഹത്തിനും സിനിമാ പ്രവർത്തകനും ഉണ്ട്. ഷൈൻ ടോം ചാക്കോ എന്തായാലും ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ആ തമാശയൊക്കെ പറഞ്ഞ രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ ചെയ്ത് ശരിയായില്ല. അദ്ദേഹം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാം. ലക്ഷ്മിജി, ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NDPS കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. 27,000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ പണ്ട് ഒന്നാമതായിരുന്ന പഞ്ചാബിന്റെ 3 ഇരട്ടി കേസുകളാണ് ഇന്ന് കേരളത്തിൽ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം സീരിയസ് ആയി എടുക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ ഗൗരവമുള്ള വിഷയം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഷൈൻ ടോം ചാക്കോ ഇത് കുട്ടിക്കളിയായിട്ട് എടുക്കരുത്. കുറെ കൂടെ ഗൗരവത്തോടെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കണം. അതുകൊണ്ട് ശക്തമായ ആക്ഷൻ വേണം. അതിനർത്ഥം ഷൈൻ ടോം ചാക്കോയുടെയോ ബാക്കി ആരോപണങ്ങൾ നേരിടുന്നവരുടെ കരിയറും ജീവിതവും ഇല്ലാതാക്കണമെന്നല്ല, അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ വീണ്ടെടുപ്പ്, റിഡംഷൻ, അതിന് വേണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഇതിൽ കരിയർ ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോൾ പോലും ഒരു സംഘടനയിൽ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അച്ചടക്ക നടപടികൾ എടുക്കേണ്ടി വരും. അതിലൊരു എക്സംഷൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് മാത്രം കിട്ടുമെന്ന് തോന്നുന്നില്ല രാഹുൽ. അല്ല, അങ്ങനെയല്ല. അല്ല, നമ്മൾ നടപടി എടുക്കുന്ന എന്തിനാണ്? ഒരാളെ നന്നാക്കാനല്ലേ? നമ്മുടെ നിയമം പോലും നോക്കൂ. തിയറി ഓഫ് റിഫോർമേഷൻ. ആ റിഫോർമേഷനാണ് പ്രധാനം. അല്ലാതെ നമ്മൾ ഒരാൾക്ക് നടപടി എടുക്കുന്നത് അയാളെ ഇല്ലാതാക്കാനല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷൈൻ ടോം ചാക്കോക്കെതിരെ നടപടി എടുത്തു, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം കൂടുതൽ ഡ്രഗ്സിലേക്കോ അല്ലെങ്കിൽ ആൽക്കഹോളിലേക്കോ പോയി ജീവിതവും കരിയറും നശിപ്പിച്ചില്ലാതാകണോ? പകരം അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി കൊണ്ടുവരണം. എന്ത് ഗംഭീര നടനാണ്. അല്ലെങ്കിൽ മുമ്പ് ശ്രീനാഥ് ഭാസി സമാനമായ ഒരു ആങ്കറിനോട് മോശമായി സംസാരിക്കുന്ന നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അന്നും ഇതേപോലെ ഇൻഫ്ലുവൻസ് ആണെന്ന് പല ആൾക്കാരും പറഞ്ഞു. ഇവരൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ശ്രീനാഥ് ഭാസിയൊക്കെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പെർഫോം ചെയ്തിരിക്കുന്നത്. ആ സട്ടിൽ റിയാക്ഷൻസ് ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. അപ്പം വലിയ പ്രതിഭയുള്ള കലാകാരന്മാരാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണം. ആ ഉത്തരവാദിത്വം അല്ലേ നമുക്ക്? ഇവരെ എല്ലാം അടിച്ചു പുറത്തു കളയണമെന്ന് പറയാൻ എളുപ്പമാണ്. ചാനലിലിരുന്ന് കൈയ്യടി കിട്ടുന്നതിന് പറയാൻ എളുപ്പമാണ്. നമ്മുടെ സഹോദരനാണ് ഇത് പറ്റിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത സഹോദരനുമാണ്. ഒരിക്കലും ആജീവനാന്ത കാലം ഷൈൻ ടോം ചാക്കോ സിനിമയിൽ അഭിനയിക്കേണ്ട എന്നോ അദ്ദേഹം ആജീവനാന്തം തുറങ്കിൽ കിടക്കണമെന്നോ അല്ല പറയുന്നത് രാഹുൽ ഈശ്വർ. പക്ഷേ കൃത്യമായ നടപടികൾക്ക് വിധേയനാകണം. ആ നടപടികൾ റിഫോർമേഷന് ഉപകരിക്കുന്ന നടപടികൾ തന്നെയാകണം. അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അല്ല, അവിടെയാണ് ആ നടപടികൾ എങ്ങനെയാകണം. ഞാൻ ലക്ഷ്മിജിക്ക് അറിയാവുന്ന പോലെ ഞാൻ യൂഷ്വലി ഒരു പുരുഷവാദിയാണ്. പക്ഷെ വിൻസി പറയുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. വിൻസി വളരെ മിതത്വത്തോടെ റെസ്ട്രെയിൻറ്റോടുകൂടി ആ സിനിമയുടെ പേര് വെളിയിൽ വരരുത്, ഷൈൻ ടോം ചാക്കോയുടെ പേര് വെളിയിൽ വരരുതെന്ന് ഉദ്ദേശിച്ചാണ് ആ പരാതി വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് സിനിമയെ ബാധിക്കും, OTTയുടെ റേറ്റുകളെ ബാധിക്കും, സിനിമ റിലീസിനെ ബാധിക്കും, തിയേറ്റർ കിട്ടുന്നതിനെ ബാധിക്കും, നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് വിൻസിയോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുകയുണ്ടായി. എന്നാൽ ഷൈൻ ടോം ചാക്കോ അടക്കം കുറെ കൂടെ റെസ്പോൺസിബിളായി പെരുമാറണം. ഇത് ആദ്യത്തെ കേസല്ല. കൊക്കൈന്റെ കേസ് ഉണ്ടായി, അതിനുശേഷം ഒരു ആരോപണം വന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് 1.5 കോടിയോ 2 കോടി രൂപയുടെ ഒരു ഡീല് വന്നു. അതിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നു. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ പോലെ പ്രതിഭയുള്ള വ്യക്തികൾ സമൂഹത്തിന് റോൾ മോഡൽ ആയില്ലെങ്കിലും നെഗറ്റീവ് റോൾ മോഡൽ ആവരുത്. അവർ നന്മയുടെ പാത കാണിച്ചില്ലെങ്കിലും തിന്മയുടെ പാത കാണിച്ചു കൊടുക്കരുത്. ക്രിയേറ്റിവിറ്റിക്ക് ഇതൊന്നും വേണ്ട. പിന്നെ എനിക്ക് മാധ്യമങ്ങളോടുള്ള കാര്യം, നമ്മൾ ഇവരുടെ എല്ലാം പുറത്ത് കുതിര കയറുക അല്ല ചെയ്യേണ്ടത്. പകരം ഏതെങ്കിലും സ്പേസിൽ ഇവരെ ഡി അഡിക്ഷന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനോ വേണം. കാരണം
കാര്യം ഞാൻ പറഞ്ഞത് സാക്ഷാൽ സുനിൽ ദത്തിന്റെയും നർഗീസ് ദത്തിന്റെയും മകനായ സഞ്ജയ് ദത്തിന് വഴിതെറ്റാമെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഇവർ ജീവിക്കുന്ന സ്ട്രെസ്, ഇവർ ജീവിക്കുന്ന ഇൻഡസ്ട്രി, ഇതിന് ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും ഉണ്ട്. അതായത് ഡിമാൻഡ് സൈഡാണ് പലപ്പോഴും നമ്മൾ ബോധവൽക്കരണം, താങ്കളുടെ അടക്കം ചാനലുകളുടെ ഇടപെടൽ കൊണ്ട് ഡിമാൻഡ് സൈഡ് കുറയ്ക്കണം. സപ്ലൈ സൈഡ് കുറയ്ക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്, ഏജൻസികൾക്കാണ്, നമ്മുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരുമിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ആ ഗൗരവത്തോടെ നമ്മൾ കാണണം. ഇത് ആരുടെയെങ്കിലും മേളിൽ ഗോൾ അടിക്കാനോ പോയിന്റ് സ്കോർ ചെയ്യാനോ കരിവാരിത്തേക്കാനോ അല്ല, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ഇഷ്യൂ ആണ്. അവിടെയാണ് എനിക്ക് ഏറ്റവും വിഷമം തോന്നി. ഷൈന്റെ വീട്ടുകാരാണെങ്കിലും അതിനെ പോസിറ്റീവായി കാണണം. കാര്യം ഷൈനെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട്. ഞാൻ ഈ അടുത്തിടയ്ക്കൂടെ ഷൈന്റെ വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമ കാണുകയുണ്ടായി. ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ഷൈനെ അകറ്റി നിന്ന് അടിച്ചു മാറ്റി അടിച്ചകർത്തിയിട്ട് എന്താ കാര്യം? ഇല്ലാതാക്കുന്നതിലൂടെ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? പകരം ഒരിക്കലുമില്ല രാഹുൽ. പക്ഷേ താങ്കൾ ഒരു പുരുഷ പക്ഷപാതിയാണ് എന്ന് പറയുകയുണ്ടായി, പുരുഷവാദിയാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ ഒരു കാര്യം ഏതെങ്കിലും സ്ത്രീകളായിട്ടുള്ള സിനിമയിൽ ഏതെങ്കിലും നടിക്കാണ് ഇങ്ങനെ ഒരു സിംഗിൾ അനുഭവം ഉണ്ടായി എന്നിരിക്കുക, അല്ലെങ്കിൽ അവരുടെ പേരിൽ അങ്ങനെ കേസ് ചേർക്കപ്പെട്ടു എന്നിരിക്കുക, പിന്നെ അവർ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമോ രാഹുൽ ഈശ്വർ? പക്ഷേ ഷൈൻ ടോം ചാക്കോയെ പോലുള്ളവർ വീണ്ടും സിനിമയ്ക്ക് അവസരം കിട്ടുകയാണ്. താങ്കളെ പോലുള്ളവർക്ക് അദ്ദേഹത്തോട് സോഫ്റ്റ് കോർണർ ഉണ്ട് താനും. എനിക്ക് സോഫ്റ്റ് കോർണർ അവരോടും ഉണ്ട്, എല്ലാവരോടും ഉണ്ട്. അങ്ങനെ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ ദൗർഭാഗ്യകരമായ നമ്മുടെ കുറച്ചൊരു മെയിൽ ഷോവനിസ്റ്റിക് സമൂഹമാണ്. അത് മാറണം. പെൺകുട്ടികൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയാലും അവരെ ബ്രാൻഡ് ചെയ്ത് മോശം സ്ത്രീകളെന്നോ ചീത്ത പെൺകുട്ടികളെന്നോ അടിച്ചു മാറ്റരുത്. അതായത് ആണ് ഡ്രഗ് യൂസ് ചെയ്താൽ അതൊക്കെ പ്രായത്തിന്റെ രസം, പക്ഷേ പെണ്ണ് യൂസ് ചെയ്താൽ അവർ മോശം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പലർക്കും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരു 16 മുതൽ 26 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പലപ്പോഴും ഫാസിനേഷൻ കാരണവും ഈ പിയർ പ്രഷർ കാരണവും ഒക്കെ നടക്കുന്നതാണ്. അത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? താങ്കൾക്കും എനിക്കുമാണ്, നമ്മുടെ പൊതുസമൂഹത്തിനാണ്. നമ്മുടെ ഒരു സഹോദരനോ സഹോദരിയോ പെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ അടിച്ച് വെളിയിലാക്കുമോ? അല്ലെങ്കിൽ അവളെ ദൂരെ കളയുമോ? നമ്മൾ ഇരുചെവി അറിയാതെയോ അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. ഈ സമീപനമാണ് സമൂഹം എല്ലാവരിലും കാണേണ്ടത്. അതാണ് ആ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടുകളെ തിരിച്ചു കൊണ്ടുവരാനല്ലേ നമ്മൾ ഇവിടെ നിന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞ് അവൻ മോശമാണ് നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഡ്രഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നീ ജീവിതകാലം മാറുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഒരിക്കലും ജീവിതകാലം മാറി നിൽക്കണം എന്ന് പറയുന്നില്ല. താങ്കൾ വിൻസിയെ അഭിനന്ദിക്കുകയുണ്ടായി. വിൻസി ആ കാണിച്ചത് അവരുടെ ഒരു ഔദാര്യമാണ്, അവരുടെ ഒരു മര്യാദയാണ്. അത് എല്ലാവരും എപ്പോഴും കാണിക്കണമെന്ന് നമ്മൾ ശഠിക്കാൻ പോലും പാടില്ല. ഇരകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇരകൾ എന്ന വാക്ക് തന്നെ പ്രയോഗിക്കുന്നില്ല. അതിജീവിതകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ അവർ പേര് പറഞ്ഞെന്നിരിക്കും, സിനിമയുടെ പേര് പറഞ്ഞെന്നിരിക്കും. അപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല രാഹുൽ. കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ വിൻസ് ചെയ്ത മാതൃക എല്ലാ സ്ത്രീകളും കാണണം. അതായത് തനിക്ക് വ്യക്തിപരമായ വേദന ഉണ്ടാകുമ്പോഴും അത് കടിച്ചമർത്തി ബാക്കി പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്ന് കരുതി ആ സിനിമയുടെ പേര് പോലും പുറത്തുവിടാത്ത ആ നന്മയാണ് നമ്മൾ സ്ത്രീത്വമായി ആദരിക്കുന്നത്. അതായത് ഭൂമിയോളം ക്ഷമ അത് സ്ത്രീ കാണിക്കണമെന്നാണോ പറയുന്നത്? പുരുഷവാദിയായതുകൊണ്ട് ചോദിക്കുക. സ്ത്രീ അങ്ങനെ കാണിക്കുമ്പോൾ അത് സ്ത്രീയും സമൂഹവും ഉയരുകയാണ്. വിൻസി അങ്ങനെ ചെയ്തപ്പോ വിൻസി തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഇത് ന്യൂ കമറായ ഞാൻ പോലും ഇത് ചെയ്തു, ചില ആൾക്കാർ അത് ചെയ്തില്ലല്ലോ. ന്യൂ കമറായ എനിക്ക് പോലും ഇതിന് OTT റിലീസ് വേണം, അതിന് കാശ് വേണം, ഇതിന്റെ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടണം, സിനിമാ തിയേറ്റർ റിലീസ് വേണം. അപ്പൊ ഈ സിനിമയോട് ഞാൻ കാണിച്ച മര്യാദ പോലും ബാക്കി ചിലർ കാണിച്ചില്ലെന്ന് വിൻസി പറയുമ്പോൾ വിൻസിയുടെ സ്ഥാനം ഉയരുകയാണ്. ഞാൻ സ്ഥിരം WCC കാരോട് ഫൈറ്റ് ചെയ്യുന്നതാണ്, ലക്ഷ്മിക്ക് അറിയാം. പക്ഷേ WCC കാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മിതത്വമുള്ള റെസ്ട്രെയിന്റ് ഉള്ള മിതമായ നിലപാടുകൾ എടുത്തു. നമ്മൾ പ്രാക്ടിക്കലും കൂടെ ആവണ്ടേ? കയ്യടിക്ക് വേണ്ടി നിലപാടെടുത്താൽ മതിയോ? ഇത് കഴിഞ്ഞ് നമ്മളൊക്കെ നിലപാടെടുത്തിട്ട് പോകും. സിനിമാ മേഖല നിലനിന്ന് പോകണ്ടേ, ജീവിക്കണ്ടേ, അവർക്കിടയിൽ സമവായം ഉണ്ടാകണ്ടേ, മുമ്പോട്ട് പോകണ്ടേ? ഈ ഓവർ നിലപാടെടുത്തോണ്ടാണ് കോൺക്ലേവ് പോലും നടക്കാതെ പോയത്. ഈ സജി ചെറിയാൻ സാർ പറഞ്ഞ കോൺക്ലേവ് പോലും നടക്കാൻ ഞങ്ങൾ എല്ലാം അതിനെ സ്വാഗതം ചെയ്തതാണ്. പക്ഷേ ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാട് പറയുന്നതുകൊണ്ടാണ് കോൺക്ലേവ് പോലും നടന്നില്ല, ഒന്നും നടക്കാതെ പോയത്. കാരണം മുറിവേറ്റവരുടെ വികാരം മാനിക്കപ്പെടണം, സമത്വം എന്നത് വേണം, സ്ത്രീ സമത്വം എന്നത് സിനിമയിൽ ഉണ്ടായേ തീരൂ. അതിന് ചിലപ്പോൾ എക്സ്ട്രീമായിട്ടുള്ള നിലപാടുകൾ വേണ്ടിവരും. എല്ലാവരും വിൻസിയെ പോലെ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്കില്ല എന്ന് പറഞ്ഞത് വിൻസിയുടെ വ്യക്തിപരമായ താല്പര്യം. അതിനെ ആ സിനിമയുടെ താല്പര്യം മുൻനിർത്തി ആ നടി അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ അത് എല്ലായ്പ്പോഴും അത് അഭിനന്ദനത്തിന് ഇടയാക്കുന്ന ഒരു കാര്യമല്ല. ഒരാൾക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ ഒരാൾക്ക് അവരുടെ തൊഴിലിടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള
പീഡനങ്ങൾ, അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നാൽ ചിലപ്പോൾ അവർ ആ പേരുകൾ പറയും, ചിലപ്പോൾ അവർ നിയമത്തിന് മുന്നിൽ പോകും. അത് വിൻസിയുടെ കേസ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ആകണം, എല്ലാവരും മാതൃകയാകണം എന്ന് പറയാൻ കഴിയില്ല രാഹുൽ. വിൻസിയുടെ മഹത്വമാണത്. ആർക്ക് വേണമെങ്കിലും പേര് പറയാം, അവരുടെ റൈറ്റ് ആണ്. പക്ഷേ സമൂഹത്തിന്റെയും സിനിമയുടെയും എല്ലാം മെച്ചം നോക്കി ആ ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ സ്ത്രീത്വം എന്നും അതിനെയാണ് നമ്മൾ മഹത്വം എന്നും വിളിക്കുന്നത്. ആ വിൻസിയുടെ മാതൃക, വിൻസി എന്നെക്കാട്ടിയൊക്കെ പ്രായം കുറവായിരിക്കും, പക്ഷെ ആ വിൻസിയുടെ മാതൃക പ്രായം കൂടുതലുള്ളവർ നോക്കണം. അങ്ങനെ വിൻസി ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ 99% ആൾക്കാരും അല്ലെങ്കിൽ ഒരുപക്ഷെ 100% ആൾക്കാരും വിൻസിയോടൊപ്പം നിൽക്കുന്നത്. വിൻസിയുടെ ആ പക്വതയും പാകതയും മിതത്വവുമാണ്. ഇനി അതിനടക്കം ഞാൻ ഒരിക്കലും വിമർശിക്കില്ല രാഹുൽ, പക്ഷേ ഈ പറയുന്നതിനെ ഞാൻ വിമർശിക്കും. കാരണം സ്ത്രീകൾ എല്ലാവരും എല്ലാം ഉള്ളിലടക്കി നിൽക്കണം. ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പണ്ടത്തെ കാരണവർ പറയും പോലെ കുടുംബത്തിനകത്ത് തന്നെ നിൽക്കണം, പുറത്തേക്ക് പോയി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു തനി കാരണവർ നിലപാടാണ് ഇപ്പോൾ ഏതായാലും രാഹുൽ ഈശ്വർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ല ലക്ഷ്മിജി, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്നും അമ്മയാണ് അച്ഛനേക്കാൾ പ്രധാനം, നമുക്കെന്നും സഹോദരിയാണ് സഹോദരനേക്കാൾ പ്രധാനം, മകളെയാണ് മകനേക്കാട്ടി ഇഷ്ടം. നമ്മുടെ നാടിന്റെ പേര് സ്ത്രീയാണ്, നദികളുടെ പേര് സ്ത്രീയാണ്. അപ്പം സ്ത്രീക്ക് ആ രീതിയിൽ വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ട്. പക്ഷേ നമ്മളൊരു സമവായം കണ്ടുപിടിക്കണം. അതിനർത്ഥം അവർ ജീവിതകാലം മുഴുവൻ കടിച്ചു തൂങ്ങി മിണ്ടാതിരിക്കണമെന്നല്ല. പക്ഷേ ചില കാര്യങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും ദേവതകളായി മാത്രം ഇരുന്ന് ആരാധിക്കപ്പെട്ടാൽ മാത്രം പോരാ, അവർക്ക് ഏതായാലും ഈ സമൂഹത്തിൽ ജീവിക്കുക കൂടി വേണം. രാഹുൽ ഈശ്വർ, താങ്കൾ പുരുഷവാദിയാണ്, അതുകൊണ്ട് തന്നെ താങ്കളോട് ഞാൻ കൂടുതലൊന്നും തർക്കിക്കുന്നില്ല. താങ്കളുടെ നിലപാട് വളരെ വളരെ വ്യക്തമാണ്. ഏതായാലും ഷൈൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ ആ കാര്യത്തോട് ഞാനും യോജിക്കുകയാണ്. അദ്ദേഹത്തെ തിരികെ സിനിമയിലേക്ക്, അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് തിരികെ എത്തിക്കണം. പക്ഷേ നിയമത്തിൻ്റെ എല്ലാ പ്രോസസ്സിൽ കൂടിയും അദ്ദേഹം കടന്നു പോകുക തന്നെ വേണം. തിരിച്ചെത്താം ന്യൂസ് പ്ലസിലേക്ക്. ഒരു ചെറിയ ഇടവേള. വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ.